തലസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകർക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. കേസിൽ റിമാൻഡിൽ കഴിയുന്ന പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതി തള്ളിയിരിക്കുകയാണ്. ആക്രമണ സംഭവങ്ങളുടെ സ്വഭാവങ്ങൾ ഉൾപ്പെടെയുള്ള നേരിട്ട് വിലയിരുത്തിയ ശേഷമാണ് കോടതി പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത്. കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക തെളിവെടുപ്പുകളും ചോദ്യം ചെയ്യൽ നടപടികളും പൂർത്തിയായ സാഹചര്യത്തിൽ തങ്ങൾക്ക് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം. തങ്ങളെ ഇനി കസ്റ്റഡിയിൽ വെച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതില്ലെന്നും പ്രതികൾ കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായാണ് എതിർത്തത്. കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ നേരിട്ട് കയ്യേറ്റം ചെയ്യുകയും ആ സംഭവം അതീവ ഗൗരവമുള്ള ഒരു കുറ്റമാണെന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ വാദം കോടതി മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് കോടതി പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത്. കൂടാതെ പ്രോസിക്യൂഷന്റെ പ്രത്യേക ആവശ്യപ്രകാരം ആക്രമണ സംഭവങ്ങളുടെ ദൃശ്യങ്ങളടങ്ങിയ ഡിജിറ്റൽ തെളിവുകൾ കോടതി നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ ED ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിനിടെയാണ് സംശയാസ്പദമായ സംഭവങ്ങൾ അരങ്ങേറിയത്. പരിശോധനാ വിവരം അറിഞ്ഞ് വൻ പ്രതിഷേധവുമായി സ്ഥലത്തെത്തിയ CPM പ്രവർത്തകർ അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരെ തടയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും പിന്നാലെയാണ് IP ബിനു ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. IP ബിനു പോലീസുകാരുടെ വാഹനത്തിന്, അതായത് ED ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ മുട്ട എറിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തത്. കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ചെയ്ത അതീവ ഗൗരവമുള്ള കുറ്റമാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം ആക്രമണ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ കോടതി നേരിട്ട് പരിശോധിച്ച് കോടതി തന്നെ മാറ്റിവെക്കുകയായിരുന്നു. മെയ് 27-ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ വസതിയിൽ ED നടത്തിയ റെയ്ഡിനിടെയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പ്രതികൾ കൊലവിളിയാണ് ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടത്തിയതും അവർക്കെതിരെ പാഞ്ഞെടുത്തതും. അതായത് ED ഉദ്യോഗസ്ഥരെ കൊല്ലണം എന്ന ഒരു നിശ്ചയത്തോടു കൂടിയാണ് പ്രതികൾ എല്ലാവരും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. സംഭവത്തിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിന് പ്രതികളുടെ ചിലരുടെ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോണുകളുടെ പരിശോധനാ ഫലം എത്തിയാലേ ഗൂഢാലോചനയിൽ പങ്കാളികളായ പ്രമുഖരെ കണ്ടെത്താനാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുകയാണ്. പ്രതികളുമായി യാതൊരു മുൻവിരോധവും ഇല്ലാതിരുന്ന സർക്കാർ ജീവനക്കാരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാണ് പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ ED ഉദ്യോഗസ്ഥർക്ക് ഈ അന്വേഷണവുമായി അത്ര ഒരു തൃപ്തമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CPM-ലെ പ്രവർത്തകരും ചെറിയ നേതാക്കളുമാണ് ഇപ്പോൾ ED ആക്രമിച്ച കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. മുതിർന്ന നേതാക്കൾ, അതായത് കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് മുൻ MLA VK പ്രശാന്ത്, അതോടൊപ്പം MV ഗോവിന്ദൻ, അതോടൊപ്പം തന്നെ A റഹീം ഉൾപ്പെടെയുള്ളവർ ഈ ED ആക്രമണ കേസിന്റെ തിരക്കഥാകൃത്തിൽ പങ്കുവഹിച്ചവരാണ്. ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ, CPM പ്രവർത്തകരെയും SFI നേതാക്കളെയും അടക്കം DYFI പ്രവർത്തകരടക്കം ഇളക്കി വീടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരാണ് ഈ CPM-ലെ മുതിർന്ന നേതാക്കൾ. അപ്പോൾ ഇവരുടെ പേരിലൊന്നും തന്നെ കേസെടുത്തില്ല, മറിച്ച് പ്രവർത്തകരുടെ പേരിൽ മാത്രം കേസെടുത്ത് ഒതുക്കി തീർക്കാനുള്ള ഒരു നീക്കമാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ളതെന്നാണ് ED പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED ഇപ്പോൾ കക്ഷി ചേർന്നുകൊണ്ട് ഇവരുടെ നേതാക്കളെയും, അതായത് മുതിർന്ന നേതാക്കൾക്ക് അടക്കം കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യണം എന്നൊരു നീക്കത്തിലേക്ക് ED കടക്കുന്നത്. എന്നാലും വരും ദിവസങ്ങളിലടക്കം ഇത് ഹൈക്കോടതിയിലടക്കം വലിയ രീതിയിലുള്ള ഒരു CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന കേസായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് CPM-ലെ മുതിർന്ന നേതാക്കളടക്കം ജയിലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനം.